ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തമിഴ് നടൻ വിജയ് സേതുപതിയുടെ ചിക്കൻ ഐറ്റംസ് വെച്ചിട്ട് ഫേവറേറ്റ് റെസിപ്പി പറയുന്നത് ചിക്കൻ 65 ആണ്. അപ്പോൾ അതാണ് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ 1 കിലോ ചിക്കൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് ആവശ്യമുള്ള സാധനമാണ് ഒരു കെട്ട് മല്ലിച്ചേന് 1/4 ഭാഗം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 5 പച്ചമുളക്, പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നല്ല ജീരകം, പിന്നെ വേണ്ടത് ഒരു 5-6 ചുവന്നുള്ളി, ചെറിയൊരു പീസ് ഇഞ്ചിയാണ് വേണ്ടത്. അപ്പോൾ ഇത്രയും എടുത്തിട്ട് നമുക്ക് ഒരു ജാർ എടുത്തിട്ട് നമുക്ക് ഇതൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൽ ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. ആദ്യം ഇല ഇട്ട് കൊടുക്കുക, പിന്നെ അതിന് ശേഷം പച്ചമുളകും നല്ല ജീരകം ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിത് വെള്ളമില്ലാതെ അരക്കണം, വെള്ളം ആഡ് ചെയ്യാൻ പാടില്ല, വെള്ളമില്ലാതെ അരച്ചെടുക്കുക. നിങ്ങൾക്ക് ഇതിലാണ് ചെറുത്, ഇത് മീഡിയം സൈസ് അല്ലേ, ചെറിയ സ്മോൾ സൈസ് ജാർ ഉണ്ടെങ്കിൽ അതിൽ അരച്ചാലും മതി. ഫൈനായിട്ട് അരച്ച് ഇതിലരച്ചാൽ തന്നെ ഫൈൻ പേസ്റ്റായിട്ട് കിട്ടും കേട്ടോ. എനിക്ക് ചിലർക്ക് അറിയാത്തവരുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട്, അറിയാത്തവരുണ്ടെങ്കിൽ, അല്ലാതെ വെള്ളം ആഡ് ചെയ്യാൻ ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ ഫൈൻ പേസ്റ്റ്, ഞാൻ വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല, ഫൈൻ പേസ്റ്റ് ഇതുപോലെ ആഡ് ചെയ്തിട്ട് തരി പോലും പാടില്ല, ഇതേപോലെ പേസ്റ്റായിട്ട് കിട്ടണം. ഇനി നമുക്കിത് ചിക്കനൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറേശ്ശെ സ്പൂൺ എടുത്തിട്ട് നമുക്കത് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഫുൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഇട്ട് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ തൈരാണ് ഇട്ട് കൊടുത്തത്. ഇനി നമുക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പ്, അതിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് നന്നായിട്ട് അത് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ മസാലയൊക്കെ ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ തൈരും ഇലയുടെ പേസ്റ്റ് ആക്കിയതില്ല അതൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ മിക്സ് ചെയ്ത് വെക്കുക. ഇനിയിപ്പോൾ ഇത് വെള്ളം ആഡ് ചെയ്യാൻ പാടില്ല കേട്ടോ. ചിക്കനിൽ നിന്ന് എല്ലാം വെള്ളം കഴുകിയത് എല്ലാം വെള്ളം ഫുള്ളായിട്ട് പോയിട്ടുണ്ടാവണം. പിന്നെ ആഡ് ചെയ്യണേലും വെള്ളം പാടില്ല. ഇനിയിപ്പോൾ 1 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിന് ശേഷം ഫ്രൈ ചെയ്യാൻ പോണതിൻ്റെ ഒരു 10 മിനിറ്റ് മുന്നേ എടുത്തിട്ട് 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കുക. റൈസ് പൗഡറില്ല അതിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വെള്ള കളർ കാണുമ്പോൾ ആർക്കെങ്കിലും അങ്ങനെ ബുദ്ധിമുട്ട് തോന്നി ചിക്കൻ്റെ കളർ കാണുകയാണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നിങ്ങൾക്ക് ഇട്ട് കൊടുക്കുക. വേണമെങ്കിൽ, നിർബന്ധമില്ല. അങ്ങനെ ചിലർക്ക് വെള്ള കളർ കാണാമെന്നല്ലേ, അത് ഫ്രൈ ചെയ്യുമ്പോൾ ഒക്കെ മാറിക്കിട്ടും. ഇനി നമുക്ക് പാൻ വെച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിന് ചൂടായതിനു ശേഷം ഓരോരോ പീസസ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഞാൻ ആ പാനിൽ ഫുള്ളാക്കിയിട്ട് കൊടുക്കട്ടെ, കാരണം ഇത് ഫ്രൈ ചെയ്യുമ്പോൾ ചിക്കൻ ഇങ്ങനെ ചുരുങ്ങി വരുമല്ലോ, അപ്പോൾ അത്രയും സ്പേസ് കിട്ടും. അപ്പോൾ കൂടുതൽ അത്രയും ഞാൻ ഇട്ട് കൊടുക്കും ഫസ്റ്റ് ട്രിപ്പ് തന്നെ. അപ്പോൾ ഓരോരോ സൈഡ് അതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിടുക. ചിക്കൻ ഒന്നും ഉള്ളൊക്കെ വേവണ്ട, ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മസാല മാത്രം കരിഞ്ഞ് കിട്ടും. അപ്പോൾ ആദ്യം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പിന്നെ ചിക്കൻ എല്ലാം ഇട്ടതിന് ശേഷം മീഡിയത്തിലിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഓരോരോ ഭാഗങ്ങൾ ഞാൻ മറിച്ചിട്ട് കൊടുക്കുകയാണ്. ഓരോ സൈഡായിട്ട് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാം മറിച്ചിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ സൈഡൊന്നും ആവട്ടെ, അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഓരോ സൈഡും അങ്ങനെ ആവുന്നുണ്ട്. അത് മെല്ലെ നമുക്ക് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം, കുറേശ്ശെ എടുത്ത് മാറ്റാം. ഫസ്റ്റ് ട്രിപ്പാണ് ഇട്ടത്. ഇനി ഇടാനുണ്ട് ചിക്കന്, പക്ഷേ ഞാൻ ഇത് മാത്രമാണ് ഇപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അത് പിന്നെ കാണിക്കുന്നില്ല ഞാൻ വീഡിയോയിൽ, കാരണം നിങ്ങൾക്കത് ബോറടിക്കണ്ട. ഇപ്പോൾ ഇതന്നെയല്ലേ ഈ സെയിം പ്രൊസീജിയറിൽ തന്നെ എപ്പോഴും ചെയ്യണത്. അപ്പോൾ അത് കണ്ട് ബോറടിച്ച് നമ്മൾ സ്കിപ്പ് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ ഫസ്റ്റ് ട്രിപ്പ് ഇട്ട് ഫ്രൈ ചെയ്യുന്നത് മാത്രം കാണിച്ചു കേട്ടോ. ഇപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് എല്ലാം ഫ്രൈ ചെയ്തെടുത്ത് ഇട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റ്, സാധാ ചിക്കൻ ഫ്രൈയുടെ പോലെയല്ല, നല്ല മാറ്റമുണ്ട്. ഞാൻ ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ 2-3 പീസ് എടുത്ത് കഴിച്ചേ, കാരണം ഞാൻ ചിക്കൻ ഫ്രൈ അങ്ങനെ എടുത്ത് കഴിക്കാത്തതാണ്. പക്ഷേ ഇത് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലെങ്കിലും ഇതിപ്പോൾ ഉണ്ടാക്കി നോക്കണം. നല്ല സോഫ്റ്റായിട്ട് അതിൻ്റെ ഫ്ലേവറൊക്കെ വേറൊരു ലെവലാട്ടോ. അപ്പോൾ ഒരിക്കലും ഉണ്ടാക്കി നോക്കണം. മസ്റ്റ് ട്രൈ ആണ്. എനിക്ക് കഴിച്ച് ഞാൻ ആ പ്ലേറ്റ് മുഴുവൻ ഇന്ന് കഴിക്കും. ഇനി എനിക്ക് ഫ്രൈ ചെയ്തിരിക്കുന്നുണ്ട്. അപ്പം അത്രയും ആരായാലും കഴിച്ചു പോവും. ഒരു പ്രാവശ്യം നിങ്ങൾ ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റാണ്. വേറൊരു ഫ്ലേവറിൽ വേറൊരു ചിക്കൻ 65. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ, താങ്ക് യു.